രാത്രി 10-15 മരണപ്പെടുന്നത്. ഏകദേശം ഒരു 11 മണി വരെ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ ഒരു ചെറിയ കോളം വാർത്ത, അതേ അടിക്കാൻ അവർക്ക് സമയം കിട്ടിയുള്ളൂ. പത്രം അച്ചടിക്കുന്ന സമയം കഴിഞ്ഞു പോയി. അപ്പോഴാണ് ഈ വാർത്ത ഏകദേശമൊക്കെ ഒരു വരുന്നത് പത്ര ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പേജിൽ ഒരു കുഞ്ഞു വാർത്ത, ഒഞ്ചിയത്തെ RMB നേതാവ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു. ഇത് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വാർത്തയാണ്. ആ ചെറിയ വാർത്ത പിന്നീട് പിറ്റേ ദിവസം മുതൽ ഒരു പത്രം മുഴുവൻ അച്ചടിക്കുന്ന രീതിയിലേക്ക് വളർന്നു. അത് വളരാനുള്ള കാരണമാണ് VS അതിനോട് വലിയ പ്രതിഷേധമുയർത്തി. VS അതിനോട് കലഹിക്കാൻ തയ്യാറായി. VS കലഹിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. കലഹിക്കുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ പാർട്ടിയുടെ പിണറായി വിജയനുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വളർന്നിരിക്കുന്ന സമയം കൂടിയാണ്. അതിനിടയിലാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത്. VSനെ സംബന്ധിച്ചിടത്തോളം VS അവരെ ധീരസഖാക്കൾ എന്ന് വിളിച്ച ആളാണ്. കുലംകുത്തി എന്ന് പിണറായി വിളിച്ചപ്പോൾ VS അവരെ ധീരസഖാക്കൾ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. പിന്നെ തെറ്റിതിരുത്തി നിങ്ങൾ തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് പറഞ്ഞത്. അവർ പാർട്ടിയുടെ മക്കളാണെന്നായിരുന്നു VSൻ്റെ നയം. ഒഞ്ചിയത്തെ കുലംകുത്തികളെന്ന് പിണറായി വിളിക്കുന്നവർ പാർട്ടിയുടെ മക്കളാണ്, പാർട്ടി സഖാക്കളാണ് എന്നാണ്, സഖാക്കളെ നിന്നാണ് VS പലപ്പോഴും അവരെ വിളിച്ചത്.